എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോഴുള്ളത് തൃശ്ശൂരിലാണ്. കാരണം ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ. BJPയും LDFും അതുപോലെ തന്നെ കോൺഗ്രസും ശക്തമായ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് മുൻനിരയിൽ ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പ് ഉണർന്നതും ഈ പ്രദേശത്ത് തന്നെയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി CPI ഇറങ്ങുകയും അവരുടെ കുത്തകയായി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ കേളികെട്ട് ഉണരുന്നതിന് മുൻപ് തന്നെ 3 മുന്നണികളും സ്ഥാനാർത്ഥികളുമായി ഇവിടെ കളത്തിലിറങ്ങിയിരുന്നു. അവസാന ഘട്ടത്തിൽ ഒരു അഴിച്ചുപണിക്കായി കോൺഗ്രസ് തയ്യാറെടുത്തത് ഒഴിച്ചാൽ മറ്റെല്ലാം തന്നെ പ്രവചിക്കാൻ കഴിയുന്ന വിഷയം തന്നെയായിരുന്നു. BJPക്ക് സ്ഥാനാർത്ഥിയെപ്പറ്റി ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. തീരുമാനമെടുക്കേണ്ട ഒരു താമസവും ഉദിച്ചില്ല. ആര് വേണമെന്ന കാര്യത്തിൽ CPI വലിയ അമാന്തം കാണിക്കാതെ അവസാന നിമിഷം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിലാണ് കോൺഗ്രസ് കാര്യങ്ങളൊന്ന് മാറ്റിപ്പിടിച്ച് സിറ്റിംഗ് MP മാറ്റി പകരം വടകര MP ഇറക്കി കളിച്ചതും. അതോടെയാണ് രംഗം കൂടുതൽ കൊഴുത്തതും ശക്തമായ തിരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയതും. ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ അതിശക്തമായൊരു പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത്. പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ മത്സരമാണ് അവിടെ ഉണ്ടാകുന്നത്. വിജയം ആർക്കും ലഭിക്കാമെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരും തന്നെ പുതുമുഖമല്ല എന്നുള്ളതും നേരത്തെ തൃശ്ശൂരിൽ വ്യക്തമായ വേരോട്ടമുണ്ടാക്കിയവർ തന്നെയാണ് 3 പേരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് BJP വെല്ലുവിളി തന്നെയാണ്. ശക്തമായ വാഗ്വാദവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. K. കരുണാകരൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലാണ് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇപ്പോൾ സന്ദർശനം നടത്തിയത്. ഈ സംഭവത്തിൽ ശക്തമായൊരു പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥിയായ K. മുരളീധരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു. സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനത്തേക്ക് പോകുന്നതിൻ്റെ ഒരു അങ്കലാപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോവാം, അതൊന്നും തന്നെ ചർച്ചയാക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഇതൊന്നും കൊണ്ട് വോട്ട് കിട്ടുമെന്ന് കരുതണ്ട എന്നാണ് മുരളീധരൻ പറയുന്നത്. K. കരുണാകരൻ്റെ കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട്. വീട്ടിൽ ആര് വന്നാലും അതിപ്പോൾ ശത്രുക്കളാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ട് മാത്രമേ പെരുമാറൂ. വീട്ടിൽ വരുന്നവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങളുടെ കുടുംബത്തിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില വീടുകളിൽ ഗെറ്റ് ഔട്ട് അടിച്ചല്ലോ. K. കരുണാകരൻ്റെ കെയർ ഓഫിൽ 10 വോട്ട് കിട്ടുമെന്ന് BJP ഒരു കാലത്തും കരുതേണ്ട, അങ്ങനെ വ്യാമോഹിക്കേണ്ട ആവശ്യവുമില്ല. 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല. 2 പേർക്കാണ് കേരളത്തിൽ സമനില തെറ്റിയത്. ഒന്ന് BJPക്കും 2 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുമെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. K. കരുണാകരൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത്. അവിടെ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും വോട്ട് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നുമാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞത്. യോഗ്യമെന്ന് തോന്നുന്നതാണ് വ്യക്തികൾ ചെയ്യുന്നത്. നിർബന്ധിക്കാനായി കഴിയില്ല. വ്യക്തികളുടെ ബലാബലത്തിലാവും തൻ്റെ വിജയമെന്നും സുരേഷ് ഗോപി തന്നെ പറയുന്നു. മുരളീധരനായി ചുമരെഴുതിയ ബന്ധുവീട്ടിലാണ് സുരേഷ് ഗോപി പോലും എത്തിയത്. K. കരുണാകരനോട് നീതി കാണിച്ചോ എന്നാണ് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ടതെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. കരുണാകരൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിൽ അതീതമാണ്. അതങ്ങനെ തന്നെ തുടരും. കരുണാകരൻ ജനകീയ നേതാവായിരുന്നു.